1964 ഡിസംബർ 17 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ 19 അത് ഉഗ്രപ്രതാപിയായ ഒരു ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. 1964 ഡിസംബർ 21 അത് പടിഞ്ഞാറേ ദിശയിലേക്ക് മാറി. ഏതാണ്ട് ഒരു നേർരേഖയിൽ ദിവസേന 400 മുതൽ 550 കിലോമീറ്റർ വരെ വേഗതയാർജിക്കുകയും ചെയ്തു. ഡിസംബർ 22 അത് ശ്രീലങ്കയിലെ വൗനിയെ കടക്കുകയും ജാഫ്ന ജില്ലയിൽ ഏകദേശം 5000 വീടുകളും 700 മത്സ്യബന്ധന ബോട്ടുകളും നശിപ്പിക്കുകയും ദ്വീപിൽ കുറഞ്ഞത് 1000 പേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തു. കൂടാതെ നിരവധി പേരെ കാണാതാകുകയും ചെയ്തു. മരണസംഖ്യ 2000 കവിയുമെന്നാണ് അനൗദ്യോഗിക കണക്ക്. സിലോണിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായാണ് സർക്കാർ ഇതിനെ കണക്കാക്കുന്നത്. 1964 ഡിസംബർ 22 അർദ്ധരാത്രി മുതൽ 23 വരെ ഇതേ കൊടുങ്കാറ്റ് ധനുഷ്കോടിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. ആ ദിവസത്തെ കാറ്റിന്റെ ചലനവേഗത മണിക്കൂറിൽ 280 കിലോമീറ്ററും തിരമാലകൾ 7 മീറ്ററിൽ അധികം ഉയരത്തിലുമായിരുന്നു. 59 വർഷം മുമ്പ് ചുഴലിക്കാറ്റുണ്ടായ ആ ദിവസം രാവിലെ 11 മണിയോടെ രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിനിനായി കാത്തുനിന്ന ഒരു യാത്രക്കാരന്റെ വിവരണത്തിൽ പറയുന്നതിങ്ങനെയാണ്. ധനുഷ്കോടിയിലാകെ വീശിയടിച്ച ആ കാറ്റ് സ്റ്റേഷൻ ചുറ്റും വലിയ ഭീകരതയാണ് സൃഷ്ടിച്ചത്. കാറ്റിന്റെ ശക്തി വീണ്ടും വീണ്ടും കൂടുകയാണെന്ന് കണ്ടപ്പോൾ അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന യാത്രക്കാർ എല്ലാവരും അവിടെ നിർത്തിയിട്ടിരുന്ന